ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ മക്കളിൽ വിദ്യാഭ്യാസ രംഗത്ത് വിജയം കരസ്ഥമാക്കിയവർക്ക് ആദരവ് നൽകി. നഗരസഭാ ചെയർമാൻ PP എൽദോസ് പ്രതിഭാസംഘം എന്ന പേരിൽ നടത്തിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ 2023-24 വർഷത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം കൈവരിച്ചവർക്കുള്ള ആദരവാണ് നൽകിയത്. മൂവാറ്റുപുഴ പ്രസ് ക്ലബ് ഹാളിൽ പ്രതിഭാസംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. 15 പേരടങ്ങുന്ന മൂവാറ്റുപുഴയിലെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമാണ് മൂവാറ്റുപുഴ പ്രസ് ക്ലബ്. ആ പ്രസ് ക്ലബിൻ്റെ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് ഇവിടെ ഓരോരുത്തർ എത്തിച്ചേർന്നിട്ടുള്ളത്. രക്ഷിതാക്കളായ ഞങ്ങൾ അത്യാവശ്യം വിദ്യാഭ്യാസപരമായ സഹായങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരും. അപ്പം ഞങ്ങൾ കാരണവന്മാരെ ഒരിക്കലും മറക്കാൻ പാടില്ല. രണ്ടാമത് ഞങ്ങളെ ഈ നിലയിലേക്ക് ഞങ്ങളെക്കാൾ ഉപരിയായി കൈപിടിച്ചുയർത്തിയത് അധ്യാപകർ. അപ്പോൾ അധ്യാപകരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ബഹുമാനിക്കാതിരിക്കരുത്. പഠിപ്പിച്ച അധ്യാപകരെ അവരുടെ ആയുസ്, ആരോഗ്യം ഇതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർക്ക് നല്ലത് പറയാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ രക്ഷിതാക്കളെയും അധ്യാപകരെയും ദൈവത്തിന് തൊട്ട് താഴെയായി പ്രതിഷ്ഠിച്ച് അവരെ മനസ്സിൽ എപ്പോഴും ഓർത്ത് മുന്നോട്ട് പോകണം. ഉന്നത വിജയം നേടിയിട്ടുള്ള കുട്ടികളെ നഗരസഭയ്ക്ക് വേണ്ടി കൂടി ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ ഷഹല അബ്ബാസ്, B.Ed നാച്ചുറൽ സയൻസിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ മരിയ എൽദോസ്, B.Com-ന് ഉന്നത വിജയം നേടിയ ഷഫ്ന റസാഖ്, +2 പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ അമാൻ ഗാന്ധി അൻസാരി, ICSE പരീക്ഷയിൽ മികച്ച മാർക്ക് കരസ്ഥമാക്കിയ ഹരിഹരൻ PR, SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആമിന അൻസാരി, USS സ്കോളർഷിപ്പ് സ്വന്തമാക്കിയ ഹസ്നിയ ഫാറൂഖ് എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ അവാർഡുകൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വിനയമാണ്. ഇപ്പോൾ സർ ഐസക് ന്യൂട്ടനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? സർ ഐസക് ന്യൂട്ടൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകവും അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്ന് നേടിയ നേട്ടങ്ങളുടെ എല്ലാം ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് വേറെ ആർക്കോ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ ഉയരമുള്ള ഒരു ചുമലിൽ കയറി നിന്നാണ് ഞാൻ ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഓരോ പടികളും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലൂടെ പോകുമ്പോൾ നമ്മുടെ പുറകിൽ നമ്മളെ സഹായിച്ചവർ, ഇപ്പോൾ ചെയർമാനിയുടെ സീറ്റിലൂടെ അധ്യാപകരുണ്ട്, പേരൻസ് ഉണ്ട്, പൊതുസമൂഹമുണ്ട്. നമ്മളെ ആരൊക്കെ പിന്തുണയ്ക്കുന്നുണ്ടോ, നമുക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ടോ, ഒരുപക്ഷെ നമ്മൾ വിമർശിക്കുന്നുണ്ടോ. വിമർശനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വിമർശനങ്ങളെ പോസിറ്റീവായി, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണുന്നവർ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. ആരെങ്കിലും വിമർശിച്ചാൽ പിന്നെ നമ്മൾ അവരെ ശത്രുവായി മാറുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് വിമർശനങ്ങളെ ഏറ്റവും പോസിറ്റീവായി കാണാൻ, അത് നമ്മളാൽ തന്നെ തിരുത്തേണ്ടതായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനുള്ള അവസരമായി ഇത് വിനിയോഗിക്കാനൊക്കെ കൂടി നമ്മളത് അവസരമായി കാണണം. ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് PG ബിജു അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി അനൂപ് PS, ട്രഷറർ CK ഉണ്ണി, PS രാജേഷ്, KP റസാഖ്, ഷെഫീഖ് മുഹമ്മദ്, CM ഷാജി, KM ഫൈസൽ, Y അൻസാരി, EK അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.